ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 41-ാം വാക്യം. ലൂക്ക 10:41. വീട്ടിലിരുന്നത് കൂടുന്നവർ ആ ബൈബിൾ എടുത്ത് മടിയിൽ വെച്ചോ. വീട്ടിലിരുന്നത് കൂടുന്നവർ ആ ബൈബിൾ എടുത്ത് മടിയിൽ വെച്ച് തുറന്ന് കണ്ടുപിടിച്ച് അവിടെ ഒരു പേന എടുത്ത് അടിവരയ്ക്കിട്ട് വെക്കണം. ലൂക്ക 10:41. അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈശോ മർത്തായെയും മറിയത്തെയും സന്ദർശിക്കാൻ ചെന്നതാണ്, ലാസറിൻ്റെ സഹോദരിമാർ. അപ്പോൾ മറിയം എന്ത് ചെയ്തു? പൂച്ചക്കുട്ടിയെ പോലെ ഈശോയുടെ കാൽപാദത്തിങ്കൽ പതുങ്ങിയിരുന്നു. മർത്ത സാമർത്ഥ്യക്കാരിയാണ്, നമ്മുടെ നല്ല നസ്രാണി ചെഴുത്തിമാരെ പോലെയാണ്, ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുകയാണ്. മർത്ത കർത്താവിന് വേണ്ടതൊക്കെ ഒരുക്കി കൊടുക്കുന്നു. അവന് നാരങ്ങ വെള്ളം പിഴിഞ്ഞു കൊടുക്കുന്നു, ഉച്ചക്കത്തേക്കുള്ള ചോറ് കാലമാക്കുന്നു, അവന് വേണ്ട മറ്റു സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ തിരക്കിട്ടോടി നടക്കുന്ന മർത്തയെ കണ്ട് കർത്താവ് പറഞ്ഞു, മർത്ത മർത്ത. 2 പ്രാവശ്യം മർത്തായെ വിളിക്കുകയാണ്. ദൈവജനമേ, ശ്രദ്ധിക്കേണ്ട കാര്യം, ബൈബിളിൽ എവിടെങ്കിലും കർത്താവ് തമ്പുരാൻ ആരെയെങ്കിലും 2 പ്രാവശ്യം വിളിച്ചാൽ അതിൻ്റെ അർത്ഥം എന്തോ പ്രധാനപ്പെട്ട കാര്യം കർത്താവിൻ്റെ നാവിൽ നിന്ന് വരാൻ പോകുന്നു. ശ്രദ്ധിക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇവിടെ ശ്രദ്ധിക്ക് എന്നാണ് കർത്താവ് പറയുന്നത്. 2 പ്രാവശ്യം പേര് വിളിച്ചാൽ പലയിടങ്ങളിലും ഉണ്ട് ബൈബിളിൽ. നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്. എനിക്കിങ്ങനത്തെ കുറച്ച് കൊച്ചു ദുർസ്വഭാവങ്ങളുണ്ട്. ഹോംവർക്കാണ്, ചുമ്മാ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്ക്. അറ്റ്ലീസ്റ്റ് ഗൂഗിളെങ്കിലും ചെയ്യണം. ബൈബിളിൽ ആരെയൊക്കെയാണ് കർത്താവ് 2 പ്രാവശ്യം വിളിക്കുന്നത്? ആ 2 പ്രാവശ്യം വിളിച്ച ശേഷം കർത്താവ് പറഞ്ഞ കാര്യം വായിക്കണം. കാരണം ഇറ്റ്സ് സംതിങ് ഇമ്പോർട്ടൻറ്റ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ മർത്തായോട് നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? പഴയ നിയമത്തിൽ മോശ കർത്താവ് വിളിക്കുന്നുണ്ട്. അബ്രാഹം വിളിക്കുന്നുണ്ട്. ഇനി പുതിയ നിയമത്തിലേക്ക് വന്നാൽ ശിമയോൻ സാത്താൻ നിങ്ങളെ പതിര് പാറ്റുന്നത് പോലെ പാറ്റാൻ ഉദ്യമിക്കുന്നു. പത്രോസിന് വാണിംഗ് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈശോയുടെ മരണശേഷം, സ്വർഗാരോഹണത്തിന് ശേഷം പിന്നൊരു സംഭവം ഉണ്ടല്ലോ. ഒരാൾ കുതിരപ്പുറത്ത് പാഞ്ഞു പോകുമ്പോൾ, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി പാഞ്ഞു പോകുമ്പോൾ കർത്താവ് കുതിരപ്പുറത്തും തട്ടിമറിച്ചിട്ടിട്ട് വിളിക്കുന്നുണ്ട്, സാവൂൾ ലിസൺ ഹിയർ, ഇവിടെ ശ്രദ്ധിക്ക്. എന്താ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്? നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത്? അതുപോലെയാണ് ഇപ്പോൾ മർത്തായെ കർത്താവ് വിളിക്കുകയാണ്. മർത്ത ലിസൺ ഹിയർ, ഇവിടെ ശ്രദ്ധിക്കുക. നീ എന്താ പ്രധാനപ്പെട്ട കാര്യം? എൻ്റെ പൊന്നു കൊച്ചേ, കർത്താവ് പറയുകയാണ്, നീ പലവിധ കാര്യങ്ങളിൽ വ്യഗ്രചിത്തയാണ്. യു ആർ സോ മച്ച് ഡിസ്ട്രാക്റ്റഡ്. നീ പലവിധ കാര്യങ്ങളിൽ വ്യഗ്രചിത്തയാണ്. നീ ഒന്ന് അടങ്ങിയിരിക്കുക. ഈ 3 ദിവസത്തേക്കുള്ള നിങ്ങൾക്കുള്ള ആദ്യത്തെ ഉപദേശം ഇതാണ്. നിങ്ങൾക്കുള്ള ആദ്യത്തെ ധ്യാനം ഇതാണ്. മർത്ത, നീ പലവിധ കാര്യങ്ങളിൽ വ്യഗ്രചിത്തയായിരിക്കുന്നു. നീ ഒന്ന് അടങ്ങിയിരിക്കുക. അയർലൻഡിൽ പല ജോലികൾ ചെയ്യുകയാണ്. മിക്കവാറും ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് മജോറിറ്റി ആൾക്കാരും നേഴ്സുമാരാണ്. ആതുര സേവന ശുശ്രൂഷ രംഗത്ത് ശുശ്രൂഷ ചെയ്യുന്നവരാണ്. മറ്റു ജോലികൾ ചെയ്യുന്നവരുണ്ട്. നമ്മുടെ പ്രശ്നം ജോലി ചെയ്യുന്നതല്ല, മറിച്ച് നമുക്കൊരു ഇന്റേണൽ കാംനെസ്, ഒരു ശാന്തത അനുഭവിക്കാൻ പറ്റുന്നില്ല. നമ്മളിങ്ങനെ ചെതറിത്തെറിച്ചോടുകയാണ്. അങ്ങനെ ചെതറിത്തെറിച്ചോടുന്നവർക്ക് വിശ്രമിക്കാനുള്ള, ഒന്ന് ശാന്തമായിട്ടിരിക്കാനുള്ള നേരമാണ്. തിരക്ക് പറഞ്ഞ് മുടക്കരുതേ. ഗ്രേസ് എന്ന ചേടുത്തി കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കണം. എങ്ങനെ? ഗ്രേസ്, നീ പലവിധ കാര്യങ്ങളിൽ വ്യഗ്രചിത്തയായിരിക്കുന്നു, ഒന്ന് അടങ്ങിയിരിക്കുക. ജെയിംസ്, നീ പലവിധ കാര്യങ്ങളിൽ വ്യഗ്രചിത്തയായിരിക്കുന്നു, അടങ്ങിയിരിക്കുക. നമ്മുടെ പേര് വിളിച്ചു പറയുകയാണ്. ഇനിയിപ്പോൾ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. നിങ്ങളുടെ ജീവിത പങ്കാളി ഇന്നും തിരക്കിൻ്റെ പുറകെ പോയിരിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ പേര് തോമസ് എന്നോ ജേക്കബ് എന്നോ എന്നൊക്കെയാണെങ്കിൽ, ഇന്നിതൊക്കെ കഴിഞ്ഞിട്ട് സ്വസ്ഥമാകുമ്പോൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറയണം, തോമസ്, നീ പലവിധ കാര്യങ്ങളിൽ ചിത്തനായിരിക്കുന്നു, നീ ഒന്ന് അടങ്ങിയിരിക്കുന്ന കർത്താവ് പറയുന്നു എന്ന് പറയണം. ഈ 3 ദിവസത്തെ മനസ്സിലാക്കേണ്ടത് റെസ്റ്റ് എടുക്കാനുള്ള സമയം. എവിടെ? മറിയത്തെ പോലെ കർത്താവിൻ്റെ പാദത്തിൻ്റെ ചുവട്ടിൽ റെസ്റ്റ് എടുക്കാനുള്ള സമയം. അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു റെജുവനേറ്റിംഗ് എക്സ്പീരിയൻസ് ആകും. നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് പുതുക്കുന്ന അനുഭവം നിങ്ങൾക്ക് കിട്ടും. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 15-ാം വാക്യം. ഏശയ്യാ 30:15 എടുക്കാം. ബൈബിളുള്ളവർ അത് എടുക്കുക. ഏശയ്യാ, ഞാനിത് ബൈബിൾ ഭാഗമൊക്കെ പറഞ്ഞിട്ട് വായിക്കുമ്പോൾ നിങ്ങളും വായിക്കുന്ന നല്ലതാണ്. ഏശയ്യാ 30:15 അതിങ്ങനെയാണ്: അതിനാൽ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും.
ഈ ഓട്ടമൊക്കെ ഒന്ന് പോസ് ചെയ്തിട്ടേ ഒന്ന് സ്വസ്ഥമായിട്ടിരുന്നാൽ നീ രക്ഷപ്പെടും. കർത്താവിൻ്റെ ഉപദേശമാണ്. അത്രയൊന്ന് അടങ്ങിയിരുന്നാൽ മതി. അങ്ങനെ അടങ്ങിയിരിക്കാത്തപ്പോഴാണ് കർത്താവായിട്ട് അടക്കിയിരുത്തുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മാർച്ച് തൊട്ട് അടങ്ങിയിരിക്കുകയല്ലേ. ഓട്ടമായിരുന്നു, ഭയങ്കര ഓട്ടമായിരുന്നു, ചെതറിക്കിടന്ന് ഓടുമായിരുന്നു. അടങ്ങിയിരിക്കാൻ പറഞ്ഞു പലവട്ടം, അടങ്ങിയിരുന്നില്ല. എന്നാൽ പിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇരുത്തി, എല്ലാവരെയും അടക്കിയിരുത്തി. ഇതാണ് കർത്താവ് പറയുന്നത്, വല്ലപ്പോഴും ഒന്ന് സമാധാനത്തോടെ ഇരിക്കുക. തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നീ രക്ഷപ്പെടും. സ്വസ്ഥതയും ആശ്രയവുമായിരിക്കും നിങ്ങളുടെ ബലം. കർത്താവിൻ്റെ ഓഫറാണ്. അടങ്ങിയിരുന്നാൽ സ്വസ്ഥത കിട്ടും, ദൈവാശ്രയത്തിൽ വളരാൻ പറ്റും. അപ്പം നമ്മൾ പറയുകയാണ്, നിങ്ങളെന്നല്ല നമ്മൾ. എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കില്ല. കർത്താവ് പറയാണ്, നമ്മൾ അങ്ങനെ അടങ്ങിയിരിക്കില്ല. എന്നിട്ട് നമ്മൾ എന്താ പറയും? നിങ്ങൾ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി അതിവേഗം കടന്നു പോകും. ഞങ്ങൾക്ക് ഒരുപാട് വെട്ടിപ്പിടിക്കാനുണ്ടെന്ന്, ഒരുപാട് നേടാനുണ്ടെന്ന്. ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി അതിവേഗം പോകും. അങ്ങനെ അതിവേഗം പോകുമ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? അതിനാൽ നിങ്ങൾ അതിവേഗം അകന്നു പോകും. തിരക്ക് കൂടി ഈ ഭൂമിയുടെ കാര്യങ്ങളെക്കുറിച്ച് മാത്രം കൺസേൺഡ് ആയിട്ട് ജീവിക്കുമ്പോൾ പറ്റുന്ന ഒന്നാമത്തെ അപകടം, നിങ്ങൾ അതിവേഗം അകന്നു പോകും കർത്താവിൽ നിന്ന്. രണ്ടാമത്, ഞങ്ങൾ ശീഘ്രതയുള്ള പടക്കുതിരയുടെ പുറത്ത് സഞ്ചരിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞു. സാധാരണ കുതിരയൊന്നും പോരാ, ശീഘ്രതയുള്ള പടക്കുതിരയുടെ പുറത്ത് ഞങ്ങൾ സഞ്ചരിക്കും. എന്നിട്ട് അടുത്ത വാക്യം പറയുകയാണ്, അതിനാൽ നിങ്ങളെ പിന്തുടരുന്നവരും അതിവേഗമായിരിക്കും വരുന്നത്. എൻ്റെ പൊന്നു കുഞ്ഞെ, നിൻ്റെ സ്പീഡ് കൂടുന്നതനുസരിച്ച് ഓർത്തേക്കണം, നിന്നെ വേട്ടയാടുന്നവനും അതേ സ്പീഡിൽ പുറകെ ഉണ്ട്. അതാരാണ്? പിശാച്. ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ഇത് ഇൻട്രൊഡക്ഷനാണ്. എൻ്റെ ടോക്കിനുള്ളതല്ല. ഈ 3 ദിവസത്തേക്കുള്ള ഇൻട്രൊഡക്ഷൻ ഞാൻ അങ്ങ് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്തായിരുന്നു? മർത്ത, തിരക്ക് പിടിക്കാതെ അടങ്ങിയിരിക്കുക. എൻ്റെ പ്രിയമുള്ള അയർലൻഡിലെ ദൈവജനമേ, സ്വസ്ഥതയോടെ ഇരുന്ന് ഈ 3 ദിവസത്തെ ധ്യാനം കേൾക്കണേ. ഒരു തിരക്കും പറഞ്ഞ് ഒഴിവാക്കി കളയരുത്. പിന്നെ കാണാമെന്ന് പറഞ്ഞ് നീട്ടിവെക്കരുത്. ഇത് നമുക്ക് വേണ്ടി ഇത്തരം ഒരു സൗകര്യം ഒരുക്കപ്പെടുമ്പോൾ നമ്മൾ ശരിക്കും ഈ ടെക്നോളജിക്കൊക്കെ നന്ദി പറയുകയാണ്. ശാസ്ത്രവും വിശ്വാസവും കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ അത്ഭുതങ്ങൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്തുമാത്രമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ഇവിടെ നിന്ന് വചനം എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ അനുഗ്രഹമല്ലേ? ഇത്തരം അവസരങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കുമ്പോൾ സമാധാനത്തോടെ ഇരുന്ന് അതൊന്ന് കാണണം. ലൈവ് തന്നെ കാണണമെന്ന് നിർബന്ധമില്ലോ, പിന്നെ എപ്പോഴെങ്കിലും കാണാമല്ലോ. നടക്കാൻ പോകുന്നില്ല. അത് പിന്നെ നമ്മൾ 1.5ഉം 2x സ്പീഡിലും ഒക്കെ ഇട്ട് ആർക്കോ വേണ്ടി കേട്ടെന്നാക്കി തീർക്കത്തേ ഉള്ളൂ. അതുപോരാ. ഇത് പ്രാർത്ഥനയുടെ നേരമാണ്. ഒരുപാട് പേര് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന നേരമാണ്. ആ കൂട്ടത്തിൽ നമ്മൾ ഇരിക്കണം. തിരക്ക് പിടിച്ചോടരുത്. ഓടിയാൽ 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, നീ വല്ലാണ്ടങ്ങ് അകന്നു പോകും. 2, നിന്റെ പുറകെ വരുന്നവനും അതേ സ്പീഡിൽ പുറകെ ഉണ്ടെന്ന് ഓർക്കണേ. സമാധാനത്തോടെ വീട്ടിലിരുന്ന് സാധിക്കുമെങ്കിൽ കുടുംബം ഒരുമിച്ചിരിക്കണം. ഒരാൾ കാറിലിരുന്നും, ഒരാൾ ജോലി സ്ഥലത്തിരുന്നും, ഒരാൾ വീട്ടിലിരുന്നും. എനിക്കറിയാം അച്ഛാ ഇതൊക്കെ പറയുമ്പോൾ അച്ഛൻ ഇവിടെ തിരക്ക് വല്ലതും അറിയാം. അങ്ങനല്ല, തിരക്കൊക്കെ അറിയാം. ഞാൻ പറയുന്നത് എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ, അതേ ഉദ്ദേശിച്ചുള്ളൂ, എന്തെങ്കിലുമൊക്കെ മാർഗം ഉണ്ടെങ്കിൽ ഒരുമിച്ചിരുന്നൊക്കെ വചനം കേൾക്കാനും ഈ 3 ദിവസം പ്രാർത്ഥിക്കാനും കുർബാനയിൽ ആത്മന പങ്കുചേരാനുമൊക്കെ നിങ്ങൾ ശ്രമിക്കണം കുടുംബത്തിൻ്റെ ഉള്ളിൽ. കാരണം ഇത് കുടുംബം നവീകരിക്കപ്പെടുന്ന 3 ദിവസങ്ങളാണ്. കുടുംബ നവീകരണത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ ദിനവൃത്താന്തം 2-ാം പുസ്തകം 20-ാം അധ്യായം, ദിനവൃത്താന്തം 2-ാം പുസ്തകം 20-ാം അധ്യായം, അവിടെ ഒരു രാജാവിനെ കുറിച്ച് സൂചനയുണ്ട്. വേഗം പറഞ്ഞു പോവുകയാണ്. ഇതൊക്കെ ഒരു പക്ഷേ എപ്പോഴെങ്കിലും എൻ്റെ നാവിൽ നിന്ന് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. എന്നാലും സാരമില്ല. ഇത് പറഞ്ഞിട്ട് ചില വിഷയത്തിലേക്ക് നമുക്ക് മാറിപ്പോകണം. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ദിനവൃത്താന്ത പുസ്തകം 2-ാം പുസ്തകം 20-ാം അധ്യായം, 2 Chronicles chapter 20. അവിടെ ഇസ്രായേലിൻ്റെ ഒരു രാജാവിനെ കുറിച്ച് സൂചനയുണ്ട്. രാജാവിൻ്റെ പേര് യഹോഷാഫാത്ത് രാജാവ്. രാജാവിൻ്റെ പേര് യഹോഷാഫാത്ത് രാജാവ്. ഈ രാജാവ് ഇസ്രായേലിനെ ഭരിക്കുന്ന കാലമാണ്. അപ്പോൾ 3 ശത്രു രാജ്യങ്ങൾ നമുക്കെതിരെ വന്നു. ആർക്കെതിരെ? നമുക്കെതിരെയല്ല, ഇസ്രായേലിനെതിരെ വന്നു 3 ശത്രു രാജ്യങ്ങൾ. മൊവാബിയർ, മെയൂനിയർ, അമോനിയർ എന്നിങ്ങനെ 3 ശത്രു രാജ്യങ്ങൾ ഈ ഇസ്രായേലിനെതിരെ ആക്രമിക്കാൻ വന്നു. അപ്പോൾ ഈ യഹോഷാഫാത്ത് എന്താണ് ചെയ്തത് എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. പ്രിയമുള്ളവരെ, സമാനമായ അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്ത്? ശത്രുക്കൾ സംഘടിക്കുന്നു നമുക്കെതിരെ. ഇസ്രായേലിനെതിരെ 3 ശത്രു ഒറ്റയ്ക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാമെന്ന്. ഇതങ്ങനല്ല. 3 എണ്ണം ഒരുമിച്ച് നമ്മളെ ആക്രമിക്കാൻ വരികയാണ്. ശത്രുക്കൾ സംഘടിക്കുകയാണ്. ഇപ്പോൾ അങ്ങനത്തെ ഒരു കാലമല്ലേ. ഒരു വശത്തു കൂടെ കൊറോണ വരുന്നു ശത്രുവായിട്ട്, ഇപ്പുറത്തുകൂടെ സാമ്പത്തിക ഞെരുക്കങ്ങൾ ശത്രുവായിട്ട് വരുന്നു, അതിനിപ്പുറത്തുകൂടെ ജോലി നഷ്ടപ്പെടുമെന്നുള്ള ഭീഷണി ശത്രുവായിട്ട് വരുന്നു, ഇതിനിപ്പുറത്തുകൂടെ പ്രിയപ്പെട്ടവരെ കാണാൻ പറ്റാത്തതിൻ്റെ നൊമ്പരം നമ്മളെ അലട്ടി. ഒരുപാട് കാര്യങ്ങളുടെ നടുക്ക് നിൽക്കുകയല്ലേ.
ഇത് എല്ലാ മേഖലയിലും ഉണ്ട്. സഭയ്ക്കുണ്ട്. സഭയ്ക്കെതിരെ ശത്രുക്കൾ സംഘടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് ശത്രുക്കൾ കൂടി ആലോചിച്ച് നമ്മളെ ആക്രമിക്കാൻ വരുന്നു. ഇത് വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ അനുഭവത്തിൽ, സഭാ ജീവിതത്തിൽ ഒക്കെ സംഭവിക്കുന്ന കാര്യമാണിത്. ശത്രുക്കൾ നമുക്കെതിരെ സംഘടിക്കുന്നു. അങ്ങനെ പണ്ടൊരിക്കൽ ഇസ്രായേലിന്റെ ജീവിതത്തിൽ ഇസ്രായേലിനെതിരെ ശത്രുക്കൾ സംഘടിച്ചപ്പോൾ അന്ന് യഹോഷാഫാത്ത് രാജാവ് ചെയ്തത് എന്താണ്? ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒരു ദേശം ചെയ്തത് എന്താണ്? എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബ ജീവിതത്തെ ഇനി പതുക്കെ ഇങ്ങോട്ട് ചേർത്ത് വ്യാഖ്യാനിക്കണം. എൻ്റെ കുടുംബം ഇന്ന് കടന്നു പോകുന്ന പലവിധ ബുദ്ധിമുട്ടുകൾ എന്താണ്? അധ്വാനിക്കുന്നുണ്ട്, കാശുണ്ട്, പക്ഷെ സമാധാനമില്ല. എല്ലാം നന്നായിട്ട് എല്ലാവർക്കും ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ സ്നേഹമില്ല. ആർക്കും ഈ ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾക്ക് നന്ദി കാട്ടുന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കുടുംബത്തിനകത്ത് വിശ്വാസത്തിന്റെ പങ്കുവെക്കലും നടക്കുന്നില്ല. ഒരുപാട് നൊമ്പരങ്ങളുടെ നടുക്ക് നമ്മൾ ജീവിക്കുമ്പോൾ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ലെന്നുള്ള വിഷമത്തിന് നടുക്ക് ജീവിക്കുമ്പോൾ, ഒരുപാട് സങ്കടങ്ങൾ നടുക്ക് നിൽക്കുമ്പോൾ, ഇനി ഇതിൽ നിന്ന് കരകയറണ്ടേ? നമുക്ക് ഒന്ന് ഓവർകം ചെയ്യണ്ടേ? അതിനുള്ള മാർഗങ്ങളാണ് അന്ന് യഹോഷാഫാത്ത് എന്താണ് ചെയ്തതെന്ന് നമ്മൾ നോക്കുകയാണ്. അദ്ദേഹം 2 കാര്യങ്ങൾ ചെയ്തു. നമ്മുടെ ഇന്നത്തെ ബേസിക് ആയിട്ടുള്ള ടോക്ക് ഇതാണ്. അതിനുശേഷം കുറച്ച് എന്നാ പറയേണ്ടത് ചെതറിയ ചിന്തകളൊക്കെ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കും. മെയിനായിട്ട് യഹോഷാഫാത്ത് എന്നുള്ള രാജാവ് 2 കാര്യങ്ങൾ ആവശ്യപ്പെട്ടു ജനത്തോട്. ഒന്ന്, ഇദ്ദേഹം ആവശ്യപ്പെട്ടത് രാജ്യമെങ്ങും ഉപവാസം പ്രഖ്യാപിച്ചു. രാജ്യമെങ്ങും ഉപവാസം പ്രഖ്യാപിച്ചു. അപ്പോൾ ഓർത്തിരിക്കണം, ഒന്നാമത് പറഞ്ഞ കാര്യം എന്താണ്? രാജ്യമെങ്ങും ഉപവാസം പ്രഖ്യാപിച്ചു. ഉപവാസം എടുക്കാൻ പറഞ്ഞു. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ ചൊരിയപ്പെടാനായിട്ട് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ ഈ രാജാവ് ജനത്തോട് പ്രഖ്യാപിച്ചു. പ്രിയമുള്ള ദൈവജനമേ, കുടുംബ നവീകരണം എന്ന വിഷയം നമ്മളിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ കുടുംബത്തിനകത്ത് വിശ്വാസത്തിൻ്റെ വളർച്ച ഉണ്ടാകണം, വിശ്വാസ കൈമാറ്റം നടത്തണം. ചില ശത്രുക്കളെ, ചില പ്രതിസന്ധികളെ, വെല്ലുവിളികളെ നമ്മൾ അതിജീവിക്കണം ഒരുമിച്ച്. അതിനുള്ള പ്രധാന മാർഗമാണ് ഞാനല്ല വചനം പറയുന്നത്, ഉപവാസം. നോമ്പും ഉപവാസവും വീട്ടകങ്ങളിലെ വിശ്വാസ പരിശീലനത്തിൻ്റെ കളരിയായിരുന്നു. നോമ്പും ഉപവാസവും. ഞാനിത് പറയുമ്പോൾ നാട്ടിൽ നിന്ന് ഏതോ കാലത്ത് അയർലൻഡിലേക്ക് പറിച്ചു നടപ്പെട്ട നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുകയോ നിങ്ങളുടെ സാഹചര്യം മനസ്സിലാക്കാതെ ഉത്തോപ്യൻ ഐഡിയ സംസാരിക്കുകയോ ചെയ്യുകയല്ല. എൻ്റെ ആശയം എന്താണെന്നറിയാമോ? കുറേ കാലം മുമ്പ്, 100-200 വർഷങ്ങൾ മുമ്പ്, അല്ലെങ്കിൽ അതിനേക്കാട്ടിലും കുറച്ചുകൂടെ കാലം മുമ്പ് നമ്മുടെ നാട്ടിൽ ഇത്രമാത്രം പള്ളികളില്ലായിരുന്നു, ഇത്രമാത്രം വൈദികരില്ലായിരുന്നു, ഇത്രമാത്രം സൗകര്യങ്ങളില്ലായിരുന്നു. പക്ഷെ അന്നൊന്നും നമ്മുടെ ദേശത്തെ വിശ്വാസത്തിന് ഒരു കുറവും പറ്റിയിട്ടില്ല. എന്താ കാര്യം? കുടുംബത്തിൽ വിശ്വാസം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, വീട്ടകങ്ങളിൽ വിശ്വാസം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വീട്ടകങ്ങളിൽ വിശ്വാസം പഠിപ്പിച്ചത് കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് വെച്ചിട്ട് പഠിപ്പിച്ചതല്ല. ഞാൻ ഇടയ്ക്ക് പ്രസംഗങ്ങളിൽ ഈ CCC കോട്ട് ചെയ്യാറുണ്ട്, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കോട്ട് ചെയ്തിട്ട് ഓരോ വിഷയം പഠിപ്പിക്കാറുണ്ട്. അങ്ങനെയല്ല പണ്ട് നമ്മുടെ വീട്ടകങ്ങളിൽ വിശ്വാസം പഠിപ്പിച്ചിരുന്നത്. വീട്ടകങ്ങളിൽ വിശ്വാസം പഠിപ്പിച്ചിരുന്നത് പ്രധാന രീതിയാണ് നോമ്പെടുപ്പിക്കും മക്കളെ, പരിത്യാഗത്തിൻ്റെ ഒരു ജീവിതശൈലി പഠിപ്പിക്കും, ഉപവാസം എടുക്കുമായിരുന്നു അമ്മമാർ. ഇന്ന് കൈമോശം വരികയാണ്, പല കാരണങ്ങൾ പറഞ്ഞിട്ട് കൈമോശം വരികയാണ്. ഞാൻ പറയുന്നൊരു പ്രാക്ടിക്കൽ ഉപദേശമാണെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. വെറുതെ പുണ്യം പറഞ്ഞു പോവല്ല, ഒരു പ്രാക്ടിക്കൽ ഉപദേശം പറയുകയാണെന്ന് വിചാരിച്ചാൽ മതി. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ ഒരു തീരുമാനം എടുത്ത് നല്ലതാണ്. നോമ്പെടുക്കും, ഉപവാസം എടുക്കും എന്ന് തീരുമാനമെടുക്കണം. ഈ നോമ്പിനും ഉപവാസത്തിനും ഒക്കെ നമ്മൾ വിചാരിക്കാത്ത ശക്തി ഉണ്ടെന്നേ. നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഈ വിശ്വാസം ഒന്ന് പകർന്നു കൊടുക്കാൻ ഇതിന് വലിയ ശക്തിയുണ്ട്. ഇപ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ കണ്ടില്ലേ, ഇനി കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ, ഉപവാസവും പ്രാർത്ഥനയും കൂടാതെ ഈ വർഗം പുറത്തു പോകില്ല. ഏത്? പിശാചിന്റെ കെട്ട്, പിശാചിന്റെ ബന്ധനങ്ങൾ പുറത്തു പോകാൻ നമുക്ക് നൽകപ്പെട്ടിരുന്ന 2 ആയുധങ്ങളാണ് ഉപവാസവും പ്രാർത്ഥനയും. ഉപവാസം എടുക്കണം, നോമ്പെടുക്കണം, പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം. എത്ര നോമ്പ് കാലങ്ങളുണ്ടെന്നറിയാമോ? നമ്മുടെ സഭയിൽ, സീറോ മലബാർ സഭയിൽ എത്ര നോമ്പ് കാലങ്ങളുണ്ടെന്നറിയാമോ? നോമ്പ് കാലങ്ങൾ 5 എണ്ണം ഉണ്ട്. എല്ലാം കൂടെ കൂട്ടിയാൽ 101 ദിവസം നോമ്പാണ്. ഈശോയുടെ പിറവിക്ക് മുമ്പ് 25, മാതാവിൻ്റെ പിറവിക്ക് മുമ്പ് 8, ഈശോയുടെ ഉയർപ്പിന് മുമ്പ് 50, മാതാവിൻ്റെ സ്വർഗാരോപണത്തിന് മുമ്പ് 15, ഇതുകൂടാതെ ഒരു 3 നോമ്പ്, നിനിവേ യാചന 3 നോമ്പ്, എല്ലാം കൂടെ കൂട്ടിയാൽ 101 ദിവസം നോമ്പാണ്. ഇതുകൂടാതെ വെള്ളിയാഴ്ച 19 വെള്ളിയാഴ്ച വരും. വെള്ളിയാഴ്ചകൾ മാംസവർജനത്തിൻ്റെ ദിവസങ്ങളാണ്. നോക്കിക്കേ,
എത്രമാത്രം ഈ പരിത്യാഗത്തിൻ്റെ ജീവിതമാണ് ഈ സഭ ജീവിച്ചിരുന്നതെന്ന്. അച്ചോ എന്തിനാ അച്ചോ ഈ നോമ്പൊക്കെ ഈ കാലഘട്ടത്തിൽ പറയുന്നത്? ഈ അത്യാധുനിക കാലഘട്ടത്തിൽ നോമ്പിനെ കുറിച്ചൊക്കെ പ്രസംഗിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. എന്താ കാര്യം എന്നറിയാമോ? ഞാൻ എൻ്റെ ഇടവകയിൽ ഞാൻ ഇരിക്കുന്ന പള്ളികളിലൊക്കെ കുഞ്ഞുങ്ങളെ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമുണ്ട്. കുട്ടികളോട്, സൺഡേ സ്കൂൾ കുട്ടികളോട്, അതുങ്ങൾക്ക് ബോധമുണ്ട്, നല്ല പ്രായമാണ്, കേട്ടാൽ മനസ്സിലാകും, ചെയ്യും, നന്നായിട്ട് വളർന്നു വരും. അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, മക്കളെ നോമ്പെടുക്കണം. എന്തിനാണെന്നറിയാമോ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്? അതിൻ്റെ ഒരു വളരെ സാധാരണമായൊരു കാരണം പറയും. ഈ ചിക്കൻ നല്ല ബ്രസ്റ്റ് പീസ് അല്ലെങ്കിൽ ലെഗ് പീസൊക്കെ ഫ്രൈ ചെയ്ത് മുമ്പിൽ കൊണ്ട് വെക്കുമ്പോൾ, അല്ലെങ്കിൽ നല്ല ഫിഷ് തവ ഫ്രൈ ചെയ്തൊക്കെ നമ്മൾ മുമ്പിൽ കൊണ്ട് വെക്കുമ്പോൾ, എനിക്കിപ്പോൾ ഇത് വേണ്ട, നോമ്പാണ്, ഞാൻ നോമ്പെടുത്തിരിക്കുകയാണ്, നോമ്പിൻ്റെ കാലമാണെന്ന് പറഞ്ഞ് അതിനെ ഒന്ന് മാറ്റി വയ്ക്കാൻ, സ്നേഹത്തോടെ താങ്ക്സ് പറഞ്ഞ് ഒന്ന് നീക്കി വെക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ, നമ്മുടെ മക്കളെ അങ്ങനെ ഒരു ശീലം പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ, പിന്നെ എങ്ങനെ നമ്മളും നമ്മുടെ മക്കളും പാപത്തോട് നോ പറയും? പിന്നെ എങ്ങനെ ലോകമൊരുക്കുന്ന കൗതുകങ്ങളോട് നോ പറയും? ശീലിക്കണമെന്നേ. നോ പറയാൻ പഠിപ്പിക്കുക പിള്ളേർ. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന പാഠം ഒന്നിനോടും നോ ഇല്ല, എല്ലാം അവന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറ്റുന്ന അപകടം എന്താ അറിയാമോ? ചില പാപത്തിൻ്റെ ഓഫറുകൾ അവൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ അവൻ നോ പറയത്തില്ല, അവൻ ചുമ്മാ അതിനെ മേടിക്കും. പഠിച്ചിട്ടില്ലെന്ന് നോ പറയാൻ. നോമ്പ് ഇങ്ങനെ നോ പറയാനുള്ള പാഠമാണ്. അതുകൊണ്ടല്ലേ 40 നാൾ ഈശോ ഉപവസിച്ചപ്പോൾ അവനെ പവർഫുള്ളാക്കിയ വാക്കേതാണ്? നോ. കല്ലപ്പമാക്കുക, ഈശോ നോ. മേളിൽ നിന്ന് ചാട്, നോ. എന്നെ ഒരു തവണത്തേക്ക് ഒന്ന് കുമ്പിട്ട് ആരാധിക്കുക, ഒറ്റ തവണ മതി, ജസ്റ്റ് ഫോർ വൺ ടൈം, ഒരു തവണത്തേക്ക് നോ. നോ പറയാൻ പഠിക്കണമെന്ന്. ഈ തലമുറയ്ക്ക് ഇന്നത്തെ കാലത്ത് പറ്റുന്ന അപകടം ഒന്നിനോട് നോ ഇല്ല, എല്ലാം ഒന്നും കുഴപ്പമില്ല, എന്നെ ചെയ്താലും കുഴപ്പമില്ല, അതൊന്നും ഒരു പ്രശ്നമല്ല, നോ പറയണം. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം, നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും ഒരു ശൈലി വീട്ടങ്ങൾ. ഇതേ ക്രിസ്മസ് വരാൻ പോവാണ്, 1 മാസം കൂടെ കഴിയുമ്പോൾ 1-ാം തീയതി നോമ്പ് ആരംഭിക്കും. ഇത്തവണ ഒരു തീരുമാനമെടുക്കുക എൻ്റെ പ്രിയമുള്ളവരെ. ഈ ധ്യാനം കൊണ്ട്, ഞാൻ ഈ വായിട്ടലയ്ക്കുന്നത് കൊണ്ട് ഒരു പ്രാക്ടിക്കൽ നന്മ ഉണ്ടാകട്ടെ. ഇത്തവണ ഞങ്ങൾ കുടുംബം ഒരുമിച്ച് നോമ്പെടുക്കാൻ പോവാണ്, തീരുമാനമെടുക്കട്ടെ. ഇപ്പോൾ ചില മനുഷ്യരൊക്കെ പറയാറുണ്ട്, അച്ചോ ഈ ഇറച്ചി മീനൊക്കെ ഉപേക്ഷിക്കുന്നതിലാണോ കാര്യം ഇരിക്കുന്നത്? നമ്മൾ നന്നാകുന്നില്ലല്ലേ കാര്യം? വെറുതെ ഡയലോഗ് അടിക്കുന്നതാണ്. കാരണം അവസാനം എന്താ സംഭവിക്കുന്നത്? ഇറച്ചി മീൻ ഉപേക്ഷിക്കത്തുമില്ല, നന്നാകത്തുമില്ല, ഒന്നും നടക്കത്തില്ല. മറ്റത് അത്രയെങ്കിലും ആകും, പതുക്കെ പതുക്കെ നമ്മളിൽ മാറ്റം വന്ന് തുടങ്ങും. അതുകൊണ്ട് നോമ്പെടുക്കണം. രണ്ടാമത്, അപ്പം യഹോഷാഫാത്ത് രാജാവ് ചെയ്ത 2 കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത് നോമ്പെടുത്തു, ഉപവാസം പ്രഖ്യാപിച്ചു. രണ്ടാമത് എല്ലാവരും പള്ളിക്കകത്ത് കയറാൻ പറഞ്ഞു. എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് ആര് പ്രാർത്ഥന നയിച്ചു? യഹോഷാഫാത്ത് പ്രാർത്ഥന നയിച്ചു. എൻ്റെ പ്രിയമുള്ള ദൈവജനമേ, ഒരു സങ്കടത്തിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ അതിനുള്ള കുറുക്ക് വഴി പറഞ്ഞു തരികയാണ്. ആ സങ്കടത്തെ കുടുംബം അതിജീവിക്കാനുള്ള കുറുക്ക് വഴി പറഞ്ഞു തരികയാണ്. 1, ഉപവാസവും നോമ്പും എടുക്കണം. അതിൽ പ്രത്യേകിച്ച് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മമാരെ ഞാൻ അല്പം കൂടെ ഒന്ന് താല്പര്യത്തോടെ പ്രഷർ ചെയ്യുകയാണ്. നിങ്ങൾ നോമ്പെടുക്കണം. അമ്മമാരെ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നോമ്പെടുക്കണം, ഉപവാസം എടുക്കണം, ചില പട്ടിണി ഇരുന്ന് പ്രാർത്ഥിക്കണം. അതിന് വിലയുണ്ട്. അത് നമ്മൾ ക്ലെയിം അതായത് കർത്താവേ ഞാൻ നോമ്പെടുത്തു, ഉത്തരം എന്താ? അങ്ങനല്ല. എൻ്റെ സഹനത്തെ ചേർത്ത് വയ്ക്കുകയാണ് ഒരു പ്രാർത്ഥനയോടുകൂടി. ഉപ്പ് ചേർക്കുക ബലിയോടൊന്നുര ചെയ്തു. പഴയ നിയമത്തിലുണ്ട്, ബലിയോട് ചേർത്ത് ഉപ്പ് വെക്കും. അല്ലെങ്കിൽ നമ്മുടെ കുർബാനക്രമത്തിൽ ഈ നമ്മൾ അച്ഛന്മാർ ഈ കാസ ഒരുക്കുമ്പോൾ വീഞ്ഞൊഴിച്ചിട്ട് ഒരു തുള്ളി വെള്ളം കൂടെ ഒഴിക്കും. എൻ്റെ സഹനത്തെ കൂടെ ചേർക്കുകയാണ് കർത്താവേ, നിന്റെ കുരിശിലെ ബലിയോട് ചേർത്ത് എൻ്റെ ഈ കൊച്ചു സഹനത്തെ കൂടെ ചേർക്കുകയാണ്. അങ്ങനെ ഒരു സഹനമാണ്, ഏറ്റെടുക്കുന്ന സഹനമാണ് ഈ നോമ്പും ഉപവാസവും ഒക്കെ. രണ്ടാമത് പറഞ്ഞത് പ്രാർത്ഥന, കുറുക്ക് വഴി. ഇത് പുറത്തേക്ക് കിടക്കാനുള്ള കുറുക്ക് വഴി. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആര് മുമ്പിൽ നിൽക്കണം? കുടുംബനാഥൻ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കണം. ആ കുടുംബത്തിൻ്റെ മേൽ ആർക്കാണോ ഏറ്റവും ഉത്തരവാദിത്വമുള്ളത് അയാൾ മുമ്പിൽ നിന്ന്. ഇന്ന് രാവിലെയും കൂടെ ഞങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു. ഞങ്ങൾ ഇന്ന് രാവിലത്തെ കുർബാന കഴിഞ്ഞിട്ട്, ഇന്ന് രാവിലെ ആയിരുന്നു, എന്തോ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമാണ്, അപ്പൻ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മക്കൾ പ്രാർത്ഥിച്ചിരിക്കും, ഒരു സംശയമില്ല. ഞങ്ങളുടെ ഇടവകയിലെ ഒരു കുടുംബത്തെക്കുറിച്ച് പറഞ്ഞ കാര്യമാണ്. അപ്പൻ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മക്കൾ പ്രാർത്ഥിച്ചിരിക്കും. അപ്പോൾ അമ്മ പ്രാർത്ഥിച്ചപ്പോൾ അമ്മ അത് ഞങ്ങൾ അടിച്ചേൽപ്പിച്ച് കഴിഞ്ഞതാണ്. അമ്മമാരെല്ലാം പ്രാർത്ഥനക്കാരാണ്. അപ്പോൾ അമ്മ പ്രാർത്ഥിക്കുന്നത്, അമ്മ ഓബ്വിയസ്ലി അമ്മ പ്രാർത്ഥിക്കുമല്ലോ, അത്രയേ ഉള്ളൂ. അത് അമ്മയുടെ പണിയാണല്ലോ, അങ്ങനെയാണല്ലോ എല്ലാ അമ്മമാരും എന്നാണ് ഒരു പൊതുധാരണ. പക്ഷെ അപ്പൻ പറയുകയാണ്, ഇന്ന് മുതൽ കുരിശുവര ആരംഭിക്കുകയാണ്. സന്ധ്യാപ്രാർത്ഥന നമ്മുടെ വീട്ടിൽ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. കുറേ കാലം മുമ്പ് കാരണവന്മാരുടെ കാലത്ത് മുടങ്ങിപ്പോയതാണ്, തിരിച്ചു പിടിക്കാൻ പോവാണ്. ഇന്ന് മുതൽ വൈകുന്നേരം ഇന്ന സമയത്ത് ഇവിടെ കുടുംബ പ്രാർത്ഥന ഉണ്ടായിരിക്കും, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം.
അങ്ങോട്ട് അപ്പം പറഞ്ഞാൽ ആ വീട്ടിൽ അതിന് വിലയുണ്ടാകും. അമ്മ പറഞ്ഞാൽ ചിലപ്പോൾ അമ്മ പ്രാർത്ഥനാകാരിയല്ലേ എന്ന് വിചാരിച്ചു. ഞാൻ ജെൻഡർ ഇൻഇക്വാലിറ്റി പറയുകയല്ല, ദൈവമേ അങ്ങനൊന്നും വിചാരിക്കരുത്, അങ്ങനല്ല. അപ്പൻ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കട്ടെ, അമ്മ കൂടെ നിൽക്കും, മക്കൾ കൂടെ വരും. അങ്ങനെ പ്രാർത്ഥിച്ചു പോകണം നമുക്ക്. പ്രത്യേകിച്ച് മക്കളോട് എനിക്ക് സംസാരിക്കാനുണ്ട്. മക്കളോട് സംസാരിക്കാനുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ വീട്ടിലിരുന്ന് കേൾക്കുമ്പോൾ മക്കൾ നിങ്ങളുടെ ഒപ്പം ഈ മുറിയിലില്ലെങ്കിൽ പതുക്കെ അവരെ വിളിച്ചോ. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് അവരോട് ഒരു 3-4 മിനിറ്റ് സംസാരിക്കാനുണ്ട്. അപ്പനമ്മമാരോട് പറയാനുള്ളത്, പ്രിയമുള്ള അപ്പനമ്മമാരെ, മക്കളോട് പ്രാർത്ഥിക്കാൻ പറയണം, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ പ്രാർത്ഥന പഠിപ്പിക്കണം. 3 ടൈപ്പ് മനുഷ്യരുണ്ട്. 3 ടൈപ്പ് മനുഷ്യർ ഈ സ്വത്ത് കൈമാറുന്ന രീതിയിൽ. ചില മനുഷ്യരുണ്ട്, കാർന്നോന്മാരായിട്ട് കിട്ടിയ സ്വത്ത് സ്വന്തം അധ്വാനം കൊണ്ട് കുറച്ചുകൂടെ ഒന്ന് വലുതാക്കിയിട്ട് മക്കൾക്ക് എഴുതി കൊടുക്കും. നല്ല കാർന്നോന്മാരാ. അങ്ങനത്തെ കാർന്നോന്മാരെ കുറിച്ച് നമുക്ക് ഇന്ന് സന്തോഷമേ ഉള്ളൂ. എന്താണ്? അവർക്ക് കൈമാറി കിട്ടിയ സ്വത്ത് കുറച്ചുകൂടി അധ്വാനിച്ച് വലുതാക്കി മക്കൾ കൊടുക്കുന്ന നല്ല ഒന്നാന്തരം കാർന്നോന്മാർ. രണ്ടാമത്തെ കൂട്ടരുണ്ട്, കിട്ടിയത് വലിയ പരിക്കൊന്നും വരുത്താതെ എന്നാൽ കൂട്ടിയിട്ടുമില്ല, ജസ്റ്റ് അതുപോലെ അങ്ങോട്ട് കൈമാറി കൊടുക്കും. മൂന്നാമത്തെ ഒരു ഇനമുണ്ട്. അതെന്താ ചെയ്യുന്നറിയാമോ? കാർന്നോന്മാരായിട്ട് കൊടുത്ത സാധനം ഇവരുടെ കാലത്ത് നശിപ്പിച്ച് നാറാണക്കല്ലെടുത്തിട്ട് കടവും ബാധ്യതയും കൂടെ മക്കൾ കൊടുക്കുന്ന ചില കാർന്നോന്മാരുണ്ട്. ഈ കാർന്നോന്മാരെ കുറിച്ച് മക്കൾ എന്നും പ്രാക്കായിരിക്കും. വിശ്വാസ കൈമാറ്റത്തിൻ്റെ കാര്യത്തിലും ഇങ്ങനെയുണ്ടെന്ന്. ചില അപ്പന്മാർ അമ്മമാർ ഈ കൈമാറി കിട്ടിയ വിശ്വാസത്തെ, നമ്മുടെ അപ്പനും അമ്മയും നമുക്ക് തന്ന വിശ്വാസത്തെ കുറച്ചുകൂടി ആംപ്ലിഫൈ ചെയ്യും സ്വന്തം പ്രാർത്ഥന കൊണ്ട്. എന്നിട്ട് മക്കളെ നല്ല വിശ്വാസത്തിൽ വളർത്തും, ഈശോയെ കാണിച്ച് നടത്തും. രണ്ടാമതൊരു കൂട്ടർ വലിയ പരിക്കൊന്നുമില്ല, അവിടുന്ന് കിട്ടി, ഞായറാഴ്ച കുർബാന മുടക്കരുത്, കുരിശ് വരെ മുടക്കരുത്, അത് അപ്പം അമ്മ പഠിപ്പിച്ചതാണ്, അത് അതുപോലെ തന്നെ മക്കൾ കൊടുത്തു, ഒന്ന് കൂട്ടാനും കുറയ്ക്കാനും ഒന്നും പോയില്ല. മൂന്നാമതൊരു കൂട്ടർ നല്ലോണം കിട്ടിയതാണ്, പക്ഷെ എല്ലാം കളഞ്ഞു കുളിച്ചിട്ട് മക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചില്ല, മക്കൾക്കൊരു നന്മയും പറഞ്ഞു കൊടുത്തില്ല, കർത്താവിനെ കാണിച്ചില്ല, വിശുദ്ധരെ പരിചയപ്പെടുത്തിയില്ല. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറഞ്ഞ 7 വാക്യങ്ങളിൽ ഒരു വാക്യം, അതായത് കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പ്രാണൻ പിടഞ്ഞ് പറയുന്ന വാക്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഏൽ ഏൽ ലാമ ശബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു. സങ്കീർത്തന വാക്യമാണ്. നമുക്ക് തോന്നും കർത്താവ് വിഷമിക്കുകയാണല്ലോ ഈശോ കിടന്നിട്ട്, ഒരു നിമിഷത്തേക്ക് ഒന്ന് പതറിപ്പോയല്ലോ എന്നൊക്കെ തോന്നിപ്പോകും. പക്ഷെ തൊട്ടടുത്ത വാക്യം ഉണ്ടല്ലോ സുന്ദരമായി. ഇത് മറ്റേത് 22-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ് സങ്കീർത്തനത്തിൻ്റെ. അടുത്തത് 31-ാം സങ്കീർത്തനം പാടാൻ പോവാണ് കർത്താവ്. എന്തെന്നറിയാമോ? പിതാവേ അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഈശോ പറയുന്നതാണ് കുരിശിൽ കടന്നുകൊണ്ട്, പിതാവേ അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് ഈശോയെ ആര് പഠിപ്പിച്ചതെന്നറിയാമോ? ഇത് ഈശോയെ പഠിപ്പിച്ചത് പരിശുദ്ധ അമ്മയാണ്. എന്താ കാര്യം? യഹൂദ സംസ്കാരത്തിൽ അമ്മമാർ കുഞ്ഞുങ്ങളെ താരാട്ട് പാടി ഉറക്കുന്ന താരാട്ട് പാട്ടാണ് ഇത്. ഏത്? പിതാവേ അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അതായത് സങ്കടത്തിൻ്റെ നേരത്ത്, കുരിശിൻ്റെ നേരത്ത്, കാൽവരിയുടെ നെറുകയിൽ ഈശോയ്ക്ക് തുണയായത് അവൻ്റെ അമ്മ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അമ്മ പഠിപ്പിച്ച പ്രാർത്ഥന മകന് തുണയാകുന്നത് കണ്ടോ? എൻ്റെ പ്രിയമുള്ള മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ സ്വത്ത് കൊടുത്തു, നിങ്ങൾ നല്ല സ്വാധീനത്തിൽ വളർത്തി, അവർക്ക് നല്ല വിദ്യാഭ്യാസം നിങ്ങൾ കൈമാറി, എല്ലാം നല്ലതാണ്. പക്ഷെ കുറേ കാലം കഴിയുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു കാൽവരി മല കയറ്റമുണ്ടാകും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു കുരിശനുഭവം ഉണ്ടാകും. അന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പതറിപ്പോകും. അന്ന് ആ പതർച്ചയെ അതിജീവിക്കാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അധരങ്ങളിൽ ഉണ്ടാകുമോ നിങ്ങൾ പഠിപ്പിച്ചൊരു പ്രാർത്ഥന ഉണ്ടാകുമോ കുഞ്ഞുങ്ങൾക്ക്? മക്കളെ, ഞാൻ ചില കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ, അത് പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോൾ ചില പിള്ളേരെങ്കിലും പറഞ്ഞിട്ടുണ്ട്, എനിക്കെൻ്റെ അപ്പായി ഇഷ്ടമല്ല, എനിക്കെൻ്റെ അമ്മയെ ഇഷ്ടമല്ല. ശരിക്കും പറഞ്ഞാൽ ഞെട്ടലോടെയാണത് കേൾക്കുന്നത്. അമ്മയെ ഇഷ്ടമല്ലെന്നോ? അപ്പം നമ്മൾ ഓർക്കും ഈ പറയുന്നത് 10-30 വയസ്സുള്ള 10-40 വയസ്സുള്ള പ്രായം തികഞ്ഞ ആരെങ്കിലും ആയിരിക്കും. അല്ല, 10-15 വയസ്സുള്ള പിള്ളേർ പറയുകയാണ്, ടീനേജേഴ്സ് അല്ലെങ്കിൽ യൂത്ത് ഒക്കെ പറയുകയാണ്, ഇഷ്ടമല്ലെന്ന്, അപ്പനെ ഇഷ്ടമല്ല, അമ്മയെ ഇഷ്ടമല്ല. ശരിക്കും അത്ഭുതം തോന്നും കേൾക്കുമ്പോൾ. ഞാൻ ആ കുഞ്ഞുങ്ങളോട്, നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനത്തെ കുട്ടികളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. അങ്ങനത്തെ കുഞ്ഞുങ്ങളുണ്ട്, അതായത് അപ്പനെ ഇഷ്ടമല്ല, അമ്മയെ ഇഷ്ടമല്ല, അവരെ അനുസരിക്കില്ല, അപ്പനോട് തിരിച്ചു പറയുന്നു എന്നൊക്കെ തീരുമാനമെടുത്ത് ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യാത്ത, അവരുടെ ശരിയാണെന്ന്, നമ്മുടെ അപ്പനും അമ്മയും നമ്മളും ഒക്കെ തമ്മിൽ കുറച്ച് ജനറേഷൻ ഗ്യാപ്പുണ്ട്, ഒരു 10-30 വർഷത്തെ വ്യത്യാസമുണ്ട്, കാഴ്ചപ്പാടിൽ വ്യത്യാസമുണ്ട്.
അതുകൊണ്ട് അവരുടെ ഫീലിങ്സിനെ റെസ്പെക്റ്റ് ചെയ്യാതെ തന്നിഷ്ടം കാണിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള 1-2 കാര്യങ്ങൾ. എന്ത് തെറ്റാണ് അവർ ചെയ്തത്? ശരിക്കും നമ്മുടെ പേരൻസ് ചെയ്ത തെറ്റെന്താണ്? അവരുടെ വയറ്റിലിട്ട് നമ്മളെ കൊന്നു കളയാഞ്ഞതോ? പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ലോകത്ത് ഇപ്പോഴും ഉണ്ട് ഒരുപാട് കുഞ്ഞുങ്ങൾ അമ്മമാരുടെ ഉദരത്തിൽ കിടന്ന് ഇല്ലാണ്ടായി പോകുന്നവർ, അപ്പനും അമ്മയും തന്നെ ഇല്ലാണ്ടാക്കി കളയുന്നവർ. ഈ ഭൂമി കാണാതെ, പച്ചിലച്ചാർത്ത് കാണാതെ, നീലാകാശം കാണാതെ, മണ്ണിൽ ചവിട്ടാൻ ഭാഗ്യം കിട്ടാതെ ഒടുങ്ങിപ്പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. നമ്മളെ പെറ്റിട്ടില്ലേ നമ്മൾ ഭൂമിയിലേക്ക്? അപ്പൻ്റെ അമ്മയുടെയും കനിവല്ലേ അത്? അവരുടെ സ്നേഹമല്ലേ അത്? പിറന്നു വീണ കാലം തൊട്ട് അപ്പനും അമ്മയും നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾക്ക് കണക്കുണ്ടോ? എന്തുമാത്രം കുഞ്ഞുനാളിലൊരു ചെറിയ അസുഖം വന്നാൽ ആശങ്കപ്പെടുക. അവർ വളർന്നു വരുമ്പോൾ ഏറ്റവും ബെസ്റ്റാണ് നിനക്ക് തന്നതൊക്കെ. നല്ല വിദ്യാഭ്യാസം, നല്ല ഡ്രസ്സ്, നല്ല ഭക്ഷണം, നിനക്ക് ഏറ്റവും നല്ലത് കിട്ടാൻ വേണ്ടി അവർ കുറച്ച് സാധാരണമായാലും മതിയെന്ന് വിചാരിച്ചു. ഭക്ഷണമായാലും വസ്ത്രമായാലും കുറച്ച് കുറഞ്ഞത് മതിയെന്ന് അവർ വിചാരിച്ചു. നിനക്ക് ബെസ്റ്റ് വേണം. അങ്ങനെ സ്നേഹിച്ച അപ്പനും അമ്മയല്ലേ? വെറുക്കരുത്, നിന്ദിക്കരുത്, ബഹുമാനക്കേട് കാട്ടരുത്. ഒരു കുടുംബം മുന്നോട്ട് പോകാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മക്കൾക്ക് മാതാപിതാക്കളുള്ള ബഹുമാനവും സ്നേഹവും. ഇനി ചിലരുണ്ട് വളരെ ശാഠ്യത്തോടെ അപ്പനോടും അമ്മയോടും കലഹിക്കുന്നവർ, ഒരുപാട് വാക്കുകളാൽ അവരെ വേദനിപ്പിക്കുന്നവർ. ഇത് കൊച്ചുകുട്ടികളെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത് കേട്ടോ, മുതിർന്നവരെ കുറിച്ച് കൂടിയാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കണം, അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. മാതാപിതാക്കളെ ബഹുമാനിച്ചാൽ നിനക്ക് അനുഗ്രഹമുണ്ടാകും. ഒരു ഞൊടിയുടെക്കപ്പുറത്തും മരണമുണ്ടെന്നേ. ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നേരത്ത് ശ്രദ്ധിച്ചേ, അമ്മ മരിച്ചു പോയാലോ, അപ്പം മരിച്ചു പോയാലോ? ഞെട്ടരുതാരും. കാരണം ഒരു ഞൊടിയുടെക്കപ്പുറത്ത് മരണമുണ്ട്. നേരത്തെ കത്തയച്ചിട്ട് സൂചന നൽകിയിട്ടല്ല മരണം വരാൻ പോകുന്നത്. ഒരു ഞൊടിയുടെക്കപ്പുറത്തുണ്ട് മരണം. അതുകൊണ്ട് നമുക്ക് പിണങ്ങിയിരിക്കാൻ നേരമില്ല, ആരെ വേദനിപ്പിക്കാൻ നേരമില്ല, കലഹിക്കാൻ നേരമില്ല. രമ്യപ്പെട്. എല്ലാവരും തമ്മിൽ, അത് ഭാര്യയും ഭർത്താവും തമ്മിൽ, മക്കളുമായിട്ടൊക്കെ രമ്യപ്പെട്. ഇനി ഭർത്താവ് പിണങ്ങിയിട്ട് കാറെടുത്ത് പുറത്തേക്ക് പോകുമ്പോൾ ഭാര്യ നിർനിമേഷയായിട്ട് നോക്കി നിൽക്കരുത്. ആ പോകുന്നത് മരണത്തിലേക്കായിരിക്കും. ഭാര്യ ചെറുതായിട്ടൊന്ന് പിണങ്ങിയിട്ട് ബെഡ്റൂമിലേക്ക് കയറി കതക് വലിച്ചടയ്ക്കുമ്പോൾ ഭർത്താവ് ഒരു വാക്ക് പോലും മിണ്ടാതെ നിന്ന് കൊടുക്കരുത്. കാരണം അവളുടെ ആ പോക്ക് മരണത്തിലേക്കായിരിക്കും. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, രാവിലെ അപ്പനോടും അമ്മയോടും വഴക്കടിച്ചിട്ട് വീട് വിട്ടിറങ്ങുമ്പോൾ നമുക്കൊരു വിചാരമുണ്ട്, തിരിച്ചു ചെല്ലുമ്പോൾ അമ്മയോടെ കാണും, അപ്പനോടെ കാണും. ഒരു ദിവസം കാണില്ല, അന്നറിയും അവരുടെയൊക്കെ വില. അതുകൊണ്ട് രമ്യപ്പെട്. കുടുംബത്തിനകത്ത് പരസ്പരം സ്നേഹിക്കാനേ നേരമുള്ളൂ. അതിന് കഴിയട്ടെ. ഇതാണ് കുഞ്ഞുങ്ങളോട് പ്രത്യേകമായിട്ടും പറയാനുണ്ടായിരുന്ന കാര്യം. മാതാപിതാക്കളെ, നിങ്ങളോട് വീണ്ടും ഒരു കാര്യം കൂടെ. കർത്താവ് തന്നതാണെല്ലാം, തിരിച്ചറിയണേ. അയർലൻഡിൽ സാമാന്യം ഭേദപ്പെട്ട സാമ്പത്തിക ചുറ്റുപാടിൽ വലിയ സ്ട്രഗിൾസ് ഇല്ലാതെ ജീവിക്കുമ്പോൾ ഒരു കാര്യം എപ്പോഴും ഓർക്കണം, കർത്താവ് തന്നതാണെല്ലാം. കർത്താവ് തന്നതാണ്. ഇത്രയും തരാൻ എൻ്റെ കർത്താവേ എന്ത് പുണ്യം ഞാൻ ചെയ്തു. ചിലപ്പോൾ പ്രാർത്ഥിക്കണം കർത്താവിനോട് അങ്ങനെയും കൂടെ. അല്ലാതെ ഇതിൻ്റെയൊക്കെ സോഴ്സ് ആരാണെന്നറിയാതെ പൊട്ടം കളിക്കരുത്. കാനായിലെ കല്യാണ വീട്ടിൽ കലവറക്കാരൻ പറഞ്ഞ ഡയലോഗില്ലേ, എല്ലാവരും ആദ്യം മേൽത്തരം വീഞ്ഞ് വിളമ്പും, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്തരവും നീ എന്തേ മുന്തിയത് ഇതുവരെ സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് പറയുന്നു, ആ വീഞ്ഞ് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. എന്നിട്ട് വലിയ വലിയ കാര്യങ്ങൾ പറയുകയാണ്. ആ വീഞ്ഞ് കർത്താവ് കൊടുത്ത വീഞ്ഞാണ്. നമ്മുടെയൊക്കെ കുടുംബത്തിൽ വീഞ്ഞ് തീർന്നു പോകുന്നൊരു സങ്കടത്തിൻ്റെ ഏട് കഴിഞ്ഞിട്ട് ദാ ഇപ്പോൾ അനുഗ്രഹത്തിൻ്റെ സമയമാണെങ്കിൽ, മെച്ചപ്പാടുകൾ കാണുന്നുണ്ടെങ്കിൽ, ഒരു 10-30 വർഷം മുമ്പത്തെ വെച്ച് ചിന്തിക്കുമ്പോൾ ഇന്ന് ഭേദപ്പെട്ട സാഹചര്യങ്ങളിലേക്ക്, ജീവിത ചുറ്റുപാടുകളിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയണം, ആ വീഞ്ഞ് കർത്താവ് തന്ന വീഞ്ഞാണ്. അനുഗ്രഹത്തിൻ്റെ പിറകിൽ കർത്താവുണ്ട്. കർത്താവ് തന്ന ദാനമാണ് എല്ലാമെന്ന് പാടി പ്രാർത്ഥിക്കാം. നമുക്ക് ഈ പരിമിതിയിൽ അല്പം സമയം നഷ്ടമായി പോയി, സാരമില്ല. അതിനിടയ്ക്ക് ചെറുതായിട്ട് ഒരല്പം നേരം വീട്ടകത്ത് സ്വസ്ഥമായിട്ടിരുന്ന് നമുക്കൊന്ന് പാടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കേണ്ട കാര്യം ഇതാണ്. എൻ്റെ കുടുംബത്തിലെ, ഒരു കുടുംബം നവീകരിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട മൊമെന്റ് ഇതാണ്. എന്തെന്നറിയാമോ? ഇന്നോളം തന്ന അനുഗ്രഹങ്ങൾക്ക്
ഒരു കുടുംബം ഒരുമിച്ചിരുന്ന് നന്ദി പറയുന്ന നേരം, ഇന്നോളം എന്നെ നടത്തിയത് ദൈവമാണെന്ന് ഏറ്റുപറയുന്ന നേരം, അതാണ് അനുഗ്രഹത്തിൻ്റെ നേരം. മറക്കരുതെന്ന്, കർത്താവ് നടത്തിയ വഴികൾ മറക്കരുത്. ഉയർപ്പിന് ശേഷം ശിഷ്യന്മാര് രാത്രി മുഴുവൻ വല വീശിയിട്ട് ഒരു പൂഞ്ഞാൻ പോലും കിട്ടിയില്ല, ഒരു വയമ്പ് പോലും കിട്ടിയില്ല. അങ്ങനെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ കർത്താവ് പറയുന്നു, മക്കളെ വലതുവശത്ത് വലയിട്ടു. വലയിട്ടപ്പോൾ ദേ വല നിറയെ സമൃദ്ധി, ഈ വല വലിച്ചു കയറ്റാൻ പറ്റാത്ത വിധം സമൃദ്ധി. അപ്പോൾ യോഹന്നാൻ പറഞ്ഞു തീരത്തേക്ക് നോക്കിയിട്ട്, അത് കർത്താവാണ്, അത് കർത്താവാണ്. അതിനെങ്ങനെ മനസ്സിലാക്കണം? ഒരു അനുഗ്രഹം കണ്ടപ്പോൾ, ഒരു സമൃദ്ധി കണ്ടപ്പോൾ യോഹന്നാന്റെ നോട്ടം എങ്ങോട്ട് പോയി? അതിൻ്റെ പിന്നിലെ കാരണക്കാരനിലേക്ക് പോയി. ആരാണത്? ഈശോ തമ്പുരാൻ. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു യോഹന്നാനെങ്കിലും വേണം, ഒരു യോഹന്നാനെങ്കിലും വേണം. എന്തിനാണെന്നറിയാമോ? ഓരോ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ, ഓരോ സന്തോഷം കിട്ടുമ്പോൾ പറയണം എന്ത്? അത് കർത്താവാണ്, ഇത് കർത്താവ് തന്നതാണ്. എല്ലാ കാര്യങ്ങളെയും കർത്താവുമായിട്ട് റിലേറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റണം. കർത്താവ് തന്നതാണ്. സ്വസ്ഥമായിട്ടൊന്നിരുന്നേ. ഇപ്പം എല്ലായിടത്തും സംസാരമാണ്. എന്നറിയാമോ? മനുഷ്യൻ്റെ വിശ്വാസമൊക്കെ പോയി കഴിഞ്ഞു, വിശ്വാസമൊക്കെ പോയി, എല്ലാം തീർന്നു. ഇനി ആരും പള്ളി വരാൻ പോകുന്നില്ല. ഇനി മതത്തിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു, ക്രിസ്ത്യാനിറ്റിയൊക്കെ തീർന്നു. കൊറോണയും കൂടെ കഴിഞ്ഞാൽ പിന്നെ പള്ളിയൊക്കെ വിൽക്കുകയേ മാർഗമുള്ളൂ എന്നൊക്കെ സംസാരിക്കുകയാണ്. പക്ഷേ നമ്മൾ തിരിച്ചറിഞ്ഞൊരു കാര്യം എന്താണെന്നറിയാമോ? ശരിയാണ്, കുറച്ചു പേര് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്, സത്യമാണ്. പക്ഷേ ഒരല്പമെങ്കിലും വിശ്വാസത്തിൻ്റെ വിത്ത് ഉള്ളിൽ കിടക്കുന്നവര്, ദൈവാനുഭവത്തിൻ്റെ ഓർമ്മകളുള്ളവര്, അവരുടെ വിശ്വാസം വർദ്ധിച്ചിട്ടേ ഉള്ളൂ. തീക്ഷ്ണതയോടെ കർത്താവിങ്കിലേക്ക് ഓടി വരാനിരിക്കുകയാണ്. ഇതൊരു കാൽവരിയാണ്. ഈ കൊറോണ ഒരു കാൽവരിയാണ്. ഇത് ഓർക്കണേ, കൊറോണ ഒരു കാൽവരിയാണ്. കാൽവരിയിൽ അവൻ കുരിശേറിയപ്പോൾ അവൻ്റെ പ്രിയപ്പെട്ടവരെന്ന് വിചാരിച്ചവരൊക്കെ നാലുപാടും ചിതറിത്തെറിച്ചോടി, സ്വന്തം സേഫ്റ്റി നോക്കിയിട്ട് ചിതറിത്തെറിച്ചോടിപ്പോയി. പക്ഷേ കൂറുള്ളവൻ, കാമ്പുള്ളവൻ കുരിശൻ ചുവട്ടിൽ തന്നെ നിന്നു, പരിശുദ്ധി അമ്മയും യോഹന്നാനുമൊക്കെ. അതുകൊണ്ട് നേരുള്ള ക്രിസ്ത്യാനിയെ തിരിച്ചറിയുന്ന നേരമാണിത്. നേരുള്ള ക്രിസ്ത്യാനിയെ തിരിച്ചറിയുന്ന നേരമാണിത്. എൻ്റെ ദൈവാനുഭവത്തെ, എൻ്റെ മിശിഹാനുഭവത്തെ ഉണർത്തിയിട്ട് കർത്താവിങ്കിലേക്ക് എന്നത്തേക്കാൾ ഉപരിയായി ചേർന്നിരിക്കേണ്ട സമയമാണിത്. പ്രിയമുള്ള ദൈവജനമേ, കർത്താവാണ് നമ്മുടെ സമ്പത്തെന്ന് പ്രഖ്യാപിക്കണേ. കർത്താവാണ് എൻ്റെ സമ്പത്തെന്ന് പ്രഖ്യാപിക്കണം. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ കർത്താവാണ്. എൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഒന്നാമത് കർത്താവുണ്ട്. അല്ലാതെ 1, 2, 3, 4, ഒരു 6, 7ാമത്തതൊക്കെ ആയിട്ട് കർത്താവിനെ എഴുതരുത്. എന്നും എൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഒന്നാമത് കർത്താവ്. ഓരോ കാര്യം തീരുമാനമെടുക്കുമ്പോൾ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. കർത്താവിന് 1ാം സ്ഥാനം. എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് വേണ്ടി 1 മണിക്കൂർ കുടുംബം ഒരുമിച്ച് മാറ്റിവെക്കണം. കർത്താവിന് 1ാം സ്ഥാനം. ഇപ്പോഴൊക്കെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ് കർത്താവാണ് എൻ്റെ സമ്പത്ത്. അല്ലെങ്കിൽ നമ്മൾ പ്രഖ്യാപിക്കും ഈ കാണുന്നതൊക്കെയാണ് എൻ്റെ സമ്പത്ത്. കർത്താവ് അവിടെ ഒരു മൂലക്കിരുന്നോട്ടെ, സന്തോഷം. അങ്ങനല്ല, എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി കർത്താവാണ്.